ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു സിമ്പിൾ PCB നിർമ്മിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മാർക്കർ പെന്നാണ്. പ്രിൻ്റ് ഔട്ട് കൂടാതെ നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് വരുന്നൊരു കോപ്പർ ക്ലാഡ് ബോർഡ് വേണം, പെർമനൻറ്റ് മാർക്കർ പെൻ ഒരെണ്ണം വേണം, പിന്നെ PCB കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ നൈഫോ ഹാക്സോ ബ്ലേഡോ ഒരെണ്ണം വേണം. അതിനുശേഷം നമുക്ക് PCB വാഷ് ചെയ്തെടുക്കുന്നതിനായിട്ടുള്ള ഫെറിക്ലോറൈഡും ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന ആവശ്യമായിട്ട് വരിക, നമ്മൾ ആവശ്യമുള്ള ലെങ്ത്തിൽ ഇതിൻ്റെ PCB കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വളരെ ചെറിയ PCB ആണ്, ഒരു LED ഡാൻസിങ് ലൈറ്റിൻ്റെ PCB ആണ്. അപ്പോൾ ഏകദേശം അതിനൊരു 5x5 5x4 സെൻറ്റിമീറ്റർ PCB മതി. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കോപ്പർ ക്ലാഡ് നൈഫ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഹാക്സോ ബ്ലേഡ് ഉപയോഗിക്കുകയായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഓക്കെ, കട്ടിങ് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, ഇവിടെ കുറച്ച് ഭാഗം കട്ടായിപ്പോയി. അതുകൊണ്ട് ഹാക്സോ ബ്ലേഡ് തന്നെ യൂസ് ചെയ്ത് കട്ട് ചെയ്യുകയാണ് നല്ലത്. ഇല്ലെങ്കിൽ രണ്ട് സൈഡിലും ഓരോ കട്ടിങ് കൊടുത്തതിന് ശേഷം ഇത് ഒടിച്ചെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കട്ടായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ട്രാക്കൊന്ന് വരച്ച് നോക്കിയതിന് ശേഷം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം, കാരണം കുറേ ഓയിലി ടൈപ്പ് സാധനങ്ങളൊക്കെ ഇതിൽ പിടിച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് PCB ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കോപ്പർ ക്ലാഡ് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാർക്കർ ഉപയോഗിച്ചിട്ട് ട്രാക്കെല്ലാം വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫെറിക്ലോറൈഡ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഹോൾസ് ഡ്രില്ല് ചെയ്യണം. അത്രയും പ്രൊസീജിയർ കൂടി ഇനി ബാക്കിയുള്ളൂ. അതിനുശേഷം നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു PCB സക്സസ് ആവുക എന്നുള്ളത് നമുക്കൊന്ന് വാഷ് ചെയ്തെടുത്താൽ അറിയാൻ കഴിയൂ. ഇപ്പോൾ ഇതിൻ്റെ ട്രാക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വാഷ് ചെയ്ത് പോകില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഒന്ന് ഫെറിക്ലോറൈഡിൽ വാഷ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രൊസീജിയർ നമുക്ക് PCB ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിലൊരു കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഫെറിക്ലോറൈഡ് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം PCB നമുക്ക് അതിലിട്ട് എച്ച് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാൻ മറക്കരുത്. ഇത് ഒരു കെമിക്കൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക. ഓക്കെ, അങ്ങനെ PCB നമുക്ക് ഫെറിക്ലോറൈഡിൽ ഇടാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് എടുത്തിട്ട് വാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ഡ്രില്ല് ചെയ്യണം. അങ്ങനെ PCBയുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകും. ഇപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം കാണാം. അങ്ങനെ നമ്മളുടെ PCB എച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട്. ഇനി ഈ ഇങ്ക് ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഒന്ന് റിമൂവ് ചെയ്ത് കളയാം.
ഇങ്ക് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഫൈനൽ PCB. ഇങ്ക് പറ്റാത്ത സ്ഥലത്ത് കുറച്ചൊക്കെ എച്ച് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയിൽ വരച്ചാലേ നമുക്ക് നല്ലൊരു PCB നിർമ്മിക്കാൻ പറ്റൂ. അപ്പോൾ ലേസർ പ്രിൻ്റൊക്കെ എടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ പ്രോട്ടോടൈപ്പൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് അധികം കാശ് ചിലവില്ലാതെ ഇത് തന്നെയാണ് ഏറ്റവും എളുപ്പമായ മാർഗ്ഗം. ഇനി നമുക്കിതൊന്ന് ഡ്രില്ല് ചെയ്തെടുക്കാം. ഓക്കെ, PCB ഡ്രില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 0.8 mm അല്ലെങ്കിൽ 1 mm ഒരു ബിറ്റ് യൂസ് ചെയ്യാം. കൃത്യമായി തന്നെ ടൈറ്റ് ചെയ്യുക. സേഫ്റ്റി ഗ്ലാസ് യൂസ് ചെയ്യുക. അതിനുശേഷം ഏറ്റവും കുറഞ്ഞ RPM ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഡ്രില്ല് ചെയ്ത് നോക്കാം. RPM കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഡ്രിൽ ബിറ്റ് കയ്യിലൊന്നും കൊള്ളാതെ. അങ്ങനെ PCBയുടെ ഹോൾസ് എല്ലാം ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ PCB. അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായി തന്നെ കമ്പോണൻസ് ഒക്കെ സോൾഡർ ചെയ്ത് സർക്യൂട്ട് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു PCB ഉണ്ടാക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്